ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, സബ് എഞ്ചിനീയർ, അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ, IT ഇലക്ട്രീഷ്യൻ ലെവൽ എല്ലാത്തിൻ്റെയും ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ടെലഗ്രാമിലാണ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് മാനേജർ, ടൈറ്റാനിയം ഇതിൻ്റെയൊക്കെ ഒറ്റ എക്സാം ആക്കി നവംബറിൽ ചിലപ്പം എൻ്റെ എക്സാം ഡേറ്റ് വരും. സോ അതിൻ്റെ ഭാഗമായി നമ്മളൊരു 60 ഡേയുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ Day 11 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്തു. പവർ സിസ്റ്റം ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിക് വൈസ് MCQs, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ പാർട്ട് 2 ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻലി ഒപ്പാമിനെ കുറിച്ചും ടൈമേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ VCOനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ആ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. സോ അതിൻ്റെ കുറച്ച് നമുക്ക് ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ലൈവായിട്ട് അക്കാഡമിയിൽ 3 ക്ലാസ് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങളത് ആ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് ജോയിൻ ആവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, the multi-vibrator circuit which possesses one quasi-stable state is known as the multi-vibrator circuit which possesses one quasi-stable state ആണെങ്കിൽ ഇത് പറയും അസ്റ്റേബിൾ ആണോ, മോണോസ്റ്റേബിൾ ആണോ, ബൈസ്റ്റേബിൾ ആണോ, സ്മിത്ത് ട്രിഗർ സർക്യൂട്ട് ആണോ? വൺ കോസി-സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, മോണോസ്റ്റേബിൾ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണെങ്കിൽ 2 സ്റ്റേബിൾ സ്റ്റേറ്റ് കാണും. മോണോസ്റ്റേബിൾ ആണെങ്കിൽ 1 സ്റ്റേബിൾ സ്റ്റേറ്റും 1 കോസി സ്റ്റേബിൾ സ്റ്റേറ്റും ആണ്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് 2 കോസി സ്റ്റേറ്റ്സും ഉണ്ട്, നോ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു എൻ ഐഡിയൽ ഒപ്പാം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു എൻ ഐഡിയൽ ഒപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെരി ഹൈ ഗെയിൻ, വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, വെരി ലോ CMRR, വെരി ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. ദാറ്റ് ഈസ് വെരി ലോ CMRR. അതിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അതായത് ഒരു ഐഡിയൽ ഒപ്പാം ആകുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഇപ്പം ചോദിക്കാറുണ്ട്. ഒന്ന്, അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റി ആയിരിക്കും, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് 0 ആയിരിക്കും, വോൾട്ടേജ് ഗെയിൻ ഇൻഫിനിറ്റി ആയിരിക്കും, കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. ഇപ്പോൾ ബോത്ത് ഇൻപുട്ട്സ് ആർ അറ്റ് സെയിം വോൾട്ടേജ് ആണെങ്കിൽ, അതായത് 0 ഓഫ്സെറ്റ് വോൾട്ടേജ്. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് ക്യാൻ ചേഞ്ച് ഇൻസ്റ്റൻ്റ്ലി, അതായത് ഇൻഫിനിറ്റ് സ്ലൂ റേറ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ദ പർപ്പസ് ഓഫ് ബയാസ് കറണ്ട് ഈസ് ടു അച്ചീവ് ദ ഐഡിയൽ ബിഹേവിയർ ഇൻ ഒപ്പാം വിച്ച് ഈസ് ഹൈ CMMR, ഹൈ ഡിഫറൻഷ്യൽ ഗെയിൻ ആൻഡ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. ഇതൊക്കെയാണ് നമ്മളൊരു ഐഡിയൽ ഒപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഗിവൺ ഒപ്പാം has an open loop gain of 110 dB and a CMRR rating of 100 dB. What should be the open loop common mode gain of this op-amp? Okay, നമുക്ക് കോമൺ മോഡ് അതായത് CMRR ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ദി ഡിഫറൻഷ്യൽ മോഡ് വോൾട്ടേജ് ഗെയിൻ AD ബൈ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ AC. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി നമ്മുടെ CMRRനെ DBയിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 20 log AD ബൈ AC. ഓക്കെ, വേറെ AD എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഗെയിനും AC എന്ന് പറയുന്നത് കോമൺ മോഡ് ഗെയിനുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗരിതമിക് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 20 log AD. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 20 log AD മൈനസ് 20 log AC ആണ്. ദാറ്റ് ഈസ് DB, AD മൈനസ് AC ഇൻ ടേംസ് ഓഫ് DBയിൽ നമ്മൾ എഴുതുകയാണ്, ഇൻ ടേംസ് ഓഫ് DB. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് ചെയ്തു നോക്കാം. വാല്യൂസ് തന്നിട്ടുണ്ട്, നമുക്ക് AD തന്നിട്ടുണ്ട്. അതായത് എന്താണ്? എ ഗിവൺ ഒപ്പാം ഹാസ് എൻ ഓപ്പൺ ലൂപ്പ് ഗെയിൻ തന്നിട്ടുണ്ട്, AD തന്നിട്ടുണ്ട് 110 dB. അതുപോലെ തന്നെ CMRR തന്നിട്ടുണ്ട് 100 dB. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് CMRR ഈസ് ഈക്വൽ ടു AD മൈനസ് AC. ഓക്കെ, ഇത് നമുക്ക് AC ആണ് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് 110 മൈനസ് 10 100, ദാറ്റ് ഈസ് 10 dB കിട്ടും. ഓക്കെ, നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, അതിൻ്റെ ഫോർമുലാസ് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ ഒപ്പാം. ഓക്കെ, ഒരു ഐഡിയൽ ഒപ്പാമിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് 0 ഇൻഫിനിറ്റി 1 കിലോ ഓം 100 കിലോ ഓം. ഇറ്റ് ഈസ് ഏതായിരിക്കും? ഒരു ഐഡിയൽ ഒപ്പാമിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, അപ്പോൾ അത് പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഐഡിയൽ വാല്യൂം പ്രാക്ടിക്കൽ വാല്യൂ കൂടെ നോക്കാം.
ക്യാരക്ടറിസ്റ്റിക്സ് പാരാമീറ്റർ വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റി ആയിരിക്കും, പ്രാക്ടിക്കൽ കേസിൽ 10⁻⁶ ആയിരിക്കും. ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റി, പ്രാക്ടിക്കൽ കേസിൽ 1 മെഗാ ഓം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഐഡിയൽ കേസിൽ 0 ആയിരിക്കും, പ്രാക്ടിക്കൽ കേസിൽ 10 ഓം ടു 100 ഓം വരെ വരാം. ബാൻഡ് വിഡ്ത്ത് ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റി, പ്രാക്ടിക്കൽ കേസിൽ അപ്രോക്സിമേറ്റ്ലി 1 മെഗാ ഹെർട്സ്. CMRR ഐഡിയൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി, പ്രാക്ടിക്കൽ കേസിൽ 106 ടു 120 dB വരെ വരാം. സ്ലൂ റേറ്റ് ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റി, പ്രാക്ടിക്കൽ കേസിൽ 80 വരെ വരാം. ഓക്കെ, അപ്പോൾ ആ വാല്യൂസും കൂടെ പഠിക്കാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ നോക്കാം. An amplifier is used to obtain an increased voltage, current or power of an input signal, alternation of the input signal, an amplification of frequency response of a communication signal, a distortionless reproduction of radio signals. എന്തായിരിക്കും ഒരു ആംപ്ലിഫയർ എന്ന് വെച്ചാൽ? ഓക്കെ, ആംപ്ലിഫയർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇറ്റ് ഈസ് ആൻ ആംപ്ലിഫിക്കേഷൻ ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിഗ്നലാണ്. ഓക്കെ, അതൊരു ആംപ്ലിഫയർ എന്നൊരു ഇലക്ട്രോണിക് സ്വിച്ചാണ്. അത് എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? മെയിൻലി ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് വീക്ക് ഇൻപുട്ട് സിഗ്നലിനെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സ്ട്രെങ്ത് മീൻസ് പവർ ഗെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ സ്ട്രെങ്ത് ഓഫ് വീക്ക് സിഗ്നലാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ, നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ സിഗ്നലിന് നമുക്ക് ആംപ്ലിഫിക്കേഷൻ നടത്താൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വോൾട്ടേജ് ഗെയിനും ഒരു സിഗ്നൽ ഫ്രീക്വൻസി ഓഫ് ആൻ ആംപ്ലിഫയർ ഒക്കെ വെച്ചൊരു കേവ് വരയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഹാസ് ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് ഇംപിഡൻസ്, 0 ഇൻപുട്ട് ഇംപിഡൻസ്, ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത്, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ എപ്പോഴും ഒരു ഐഡിയൽ കേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരിക്കാം. ഇപ്പോൾ ചോദിക്കാറുണ്ട് ഒരു ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഹാസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഐഡിയൽ ഓപ്പാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പഠിച്ചു. അടുത്ത് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ എ സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് ഗിവൺ ടു ആൻ ഒപ്പാം ഇൻ്റഗ്രേറ്റർ, ദ ഔട്ട്പുട്ട്. നമ്മുടെ ഒപ്പാം ഇൻ്റഗ്രേറ്ററിൽ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നത്? സൈനസോഡൽ വേവ് ആണോ, ട്രയാങ്കുലർ വേവ് വിത്ത് DC ബയാസ് ആണോ, ഒരു റെക്റ്റാങ്കുലർ വേവ് ആണോ, റാമ്പ് ആണോ കിട്ടുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ 4, റാമ്പ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് നമ്മൾ ഒപ്പാമിന് കൊടുക്കുന്നതെങ്കിൽ, ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ് നമ്മൾ ഇൻപുട്ടായിട്ട് ഒപ്പാം ഇൻ്റഗ്രേറ്ററിൽ കൊടുക്കുന്നതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു റാമ്പ് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഡിഫറൻഷ്യൽ ഗെയിൽ തന്നിട്ടുണ്ട് 2 × 10⁴. അതുപോലെ CMRR തന്നിട്ടുണ്ട് 80 dB. അതുപോലെ തന്നെ ഫൈൻഡ് കോമൺ മോഡ് ഗെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ടേക്ക് ലോഗ് ഓഫ് 10,000 = 4. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യും നോക്കാം. അതായത് നമ്മൾ CMRR എന്ന് വെച്ചാൽ 20 log AD/AC ആണ്. നമ്മുടെ AD തന്നിട്ടുണ്ട്, CMRR തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ കണ്ടോ, ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റിനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരു ചെറിയൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. ലോഗ് ഓഫ് 10,000 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 2 കിട്ടും. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കൂ. നമ്മുടെ ആൻസർ വന്നിട്ട് ഇറ്റ് ഇസ് ഓപ്ഷൻ A, 2. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ RC coupled amplifier, the frequency response is improved with, okay, the frequency response is improved with lower R1 ആണോ, ഹയർ CC ആണോ, ലെസ് ഗെയിൻ ആണോ, മോർ ബയാസ് ആണോ? എങ്ങനെയായിരിക്കും? ഒരു RC coupled ആംപ്ലിഫയറിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ബൈ ഹയർ CC ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? ബൈ ഹയർ CC. ഓക്കെ, CC എന്ന് വെച്ചാൽ എന്താണ്? ഒരു കപ്ലിംഗ് കപ്പാസിറ്ററാണ്. അപ്പോൾ ഒരു RC coupled ആംപ്ലിഫയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? നമ്മുടെ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഒരു കപ്ലിംഗ് എന്താണ്, അത് ഒരു കപ്ലിംഗ് കപ്പാസിറ്ററാണ്. അത് 2 സ്റ്റേജസിനെ കണക്ട് ചെയ്യുകയാണ്. മെയിൻലി DC ഇൻ്റർഫറൻസ്, ആ സ്റ്റേജിനിടയ്ക്കൊക്കെ വരുന്ന DC ഇൻ്റർഫറൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ കൺട്രോൾസ്, ഷിഫ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റും കൺട്രോൾ ചെയ്യാനാണ് ഈ കപ്ലിംഗ് കപ്പാസിറ്റർ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസിനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്താണ്? ഹയർ ദി കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആയിരിക്കും. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ ആംപ്ലിഫയർ ഹാസ് എ പവർ ഗെയിൻ ഓഫ് 100, then it's dB ഗെയിൻ. ഓക്കെ, ഒരു ആംപ്ലിഫയർ ഉണ്ട്, പവർ ഗെയിൻ തന്നിട്ടുണ്ട് 100 ആണ്. അങ്ങനെയാണെങ്കിൽ dB ഗെയിൻ നോക്കാം. പവർ ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ദ ഇൻപുട്ട് പവർ ആണ്. ഓക്കെ, ഔട്ട്പുട്ട് പവർ ടു ദ ഇൻപുട്ട് പവർ ആണ്. നമ്മൾ അതിനെ DBയിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പവർ ഓഫ് DB = 10 log base 10 P out by P in ആണ്. ഓക്കെ, അപ്പോൾ ലോഗ് X of X എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, = 1 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. എന്തൊക്കെ വരും നമുക്ക് നോക്കാം. നമ്മുടെ AP തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ് AP തന്നിട്ടുണ്ട്? എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ്
100 തന്നിട്ടുണ്ട് അല്ലേ, എ പി തന്നിട്ടുണ്ട്, പവർ ഗെയിൻ 100. അപ്പോൾ നമുക്ക് പവർ ഓഫ് ഡി ബിയിൽ എങ്ങനെ എഴുതാം, 10 log 10 എ പി, അതായത് 10 log 10 100 എന്ന് എഴുതാം. ഞാൻ 100 10 സ്ക്വയർ ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടി പഠിച്ചല്ലോ, എന്താണ് ഈ 2 ഇൻറ്റു 10 log 10 10 സ്ക്വയർ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 10 log 10 10 ആണ്. 10 ബേസ് 10 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പവർ ഗെയിൻ ഇൻ ഡി ബി എത്ര കിട്ടും, ഇറ്റ് ഇസ് 20 dB കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നമ്മുടെ വോൾട്ടേജ്, ഇറ്റ് ഇസ് ദ വോൾട്ടേജ് ഗെയിൻ അല്ലെങ്കിൽ കറണ്ട് ഗെയിൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എ വി ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ 20 log V2/V1, കറണ്ട് ഗെയിൻ ആണെങ്കിൽ 20 log I2/I1. ഓക്കെ, നമ്മളിപ്പോൾ പവർ ഗെയിൻ ആണ് കണ്ടുപിടിച്ചത്, വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ 20 log V2/V1, കറണ്ട് ഗെയിൻ ആണെങ്കിൽ 20 log I2/I1. ഓക്കെ, സംടൈംസ് നമുക്ക് ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. സോ അത് നമ്മൾ പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വന്നിട്ട് എത്രയാണ് വരുന്നത്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ഓപ്ഷൻ സി 20 വരും. അടുത്ത് നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈസ് ഇറ്റ് ഇസ് എ സ്ക്വയർ വേവ് ക്ലോക്ക് ആണ്. ഓക്കെ, ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈസ് എ സ്ക്വയർ വേവ് ക്ലോക്ക് ആണ്. ഓക്കെ, ആൻഡ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈസ് എ സ്ക്വയർ വേവ് ജനറേറ്റർ യൂഷ്വലി ഹാസ് ആൻ ഈവൻ 50% ഡ്യൂട്ടി സൈക്കിളാണ്. 50% സൈക്കിൾ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്, സൈക്കിൾ ടൈം ദ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, ബാക്കി റിമൈനിങ് 50% ഓഫ് സൈക്കിൾ ടൈമിൽ ഔട്ട്പുട്ട് ഓഫ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് വെച്ചാൽ വൺ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, വൺ ഷോട്ട് പൾസ് ജനറേറ്റർ എന്ന് പറയാം. മെയിൻലി ഇതിനെ പൾസ് സ്ട്രെച്ചറിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ RC/3 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സിമിലർ ഫാഷൻ ടു ഫ്ലിപ്പ് ഫ്ലോപ്പ്, പ്രൊഡ്യൂസിങ് 1 of 2 സ്റ്റേബിൾ ഔട്ട്പുട്ട് ആയിരിക്കും, തമ്മിൽ കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും, നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇക്വലൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് എവിടെ യൂസ് ചെയ്യാം, ഫ്രീക്വൻസി ഡിവൈഡറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞെടുത്ത് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഡേറ്റ അക്വസിഷൻ ഡാഷ് ബ്ലോക്ക് ഈസ് യൂസ്ഡ് ഫോർ ഫ്രീക്വൻസി മെഷർമെൻറ്റ്. അപ്പോൾ ഡേറ്റ അക്വസിഷനിൽ ഏത് ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ടൈമർ. ഓക്കെ, ടൈമറാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് IC യൂസ്ഡ് ഇൻ ടൈമിംഗ് സർക്യൂട്ട്. ടൈമിംഗ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് IC ഏതാണ്, ഇറ്റ് ഈസ് IC555. ഓക്കെ, IC555 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ IC555 എന്ന് പറയുമ്പോൾ ടൈമർ 555 ടൈമർ IC എന്ന് പറഞ്ഞൊരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. യൂസ്ഡ് ഇൻ വെറൈറ്റി ഓഫ് ടൈമർ, പൾസ് ജനറേഷൻ, അതുപോലെ ഓസിലേറ്റഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് 3 ഓപ്പറേറ്റിംഗ് മോഡുണ്ട്, അസ്റ്റേബിൾ മോഡ്, മോണോസ്റ്റേബിൾ മോഡ്, ബൈസ്റ്റേബിൾ മോഡ്. അസ്റ്റേബിൾ മോഡിൽ എന്ന് വെച്ചാൽ നമ്മുടെ 555 IC എന്ന് പറയുമ്പോൾ ഒരു ഓസിലേറ്ററായിട്ടും പൾസ് ജനറേറ്ററായിട്ടും ലോജിക് ക്ലോക്കിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മോണോസ്റ്റേബിൾ ആണെങ്കിൽ അതൊരു 1 ഷോട്ട് പൾസ് ജനറേറ്റർ ആണ്. മെയിൻലി യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡിവൈഡർ, ടൈമേഴ്സ്, പൾസ് ഡിറ്റക്ഷൻ, ടോർച്ച്, ടച്ച് സ്വിച്ചസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ടോർച്ചല്ല, ടച്ച് സ്വിച്ചസ്. ബൈസ്റ്റേബിൾ മോഡാണ്, ഇതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് ലാച്ചസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ 555 ടൈമർ IC ക്യാൻ ഹാവ് ഓപ്പറേറ്റിംഗ് മോഡ്സ് ആസ് 555 ടൈമർ IC ക്യാൻ ഹാവ് ഓപ്പറേറ്റിംഗ് മോഡ്സ് ആസ് ഏതായിരിക്കും, ഏതൊക്കെ ഓപ്പറേറ്റിംഗ് മോഡ്സ് ഉണ്ട്, ഇതിന് അസ്റ്റേബിളും മോണോസ്റ്റേബിളും ബൈസ്റ്റേബിളും ഉണ്ട്. ഓക്കെ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ IC യൂസ്ഡ് ഇൻ ടൈമിംഗ് സർക്യൂട്ട്സ്. ടൈമിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്ന ഏത് IC ആണ്, ഇറ്റ് ഈസ് നമ്മുടെ 555 IC തന്നെയാണ് ടൈമിംഗ് സർക്യൂട്ട്സിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വിത്ത് എ കോമൺ വാല്യൂസ് R1 തന്നിട്ടുണ്ട്, 2 kilo ohm ആണ്, R2 20 kilo ohm, C1 തന്നിട്ടുണ്ട് 0.01 മൈക്രോ ഫാരഡ്, C2 തന്നിട്ടുണ്ട് 0.05 മൈക്രോ ഫാരഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫോർമുല പഠിക്കുക, F ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഓഫ് സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഫോർമുലയാണ്. F ഈക്വൽ ടു എന്താണ്, ഇറ്റ് ഈസ് 1/0.69. F ഈക്വൽ ടു 1/0.69 R1 C1 പ്ലസ് R2 C2 ആണ്. ഓക്കെ, നമ്മുടെ R1 R2 C1 C2 എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആൻസർ വന്നിട്ട് 1428.5 ഹെർട്സ് കിട്ടും. ടെസ്റ്റ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോഡ് ഡാഷ് ഡിനോട്ട്സ് എ ലീനിയർ IC. ദ കോഡ് ഡാഷ് ഡിനോട്ട്സ് എ ലീനിയർ IC ഡിനോട്ട് ചെയ്യുന്ന ഏത് കോഡാണ്, ഇറ്റ് ഈസ് ഓപ്ഷൻ എ LH. ഓക്കെ, നമ്മുടെ LH കോഡാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്ന, ഒരു ലീനിയർ ICനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ കൺട്രോൾ ടെർമിനൽ
pin 5 of 555 timer IC is normally connected to ground through a capacitor വഴി കണക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് മെയിൻലി? ദിസ് ടു പ്രൊട്ടക്ട് ദി IC ഫ്രം ഇൻഅഡ്വേർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഹൈ വോൾട്ടേജ് ആണോ അതോ ടു പ്രിവെൻറ്റ് ഫോൾസ് ട്രിഗറിങ് ബൈ നോയിസ് കപ്പിൾഡ് ഔട്ട് ഇൻ ടു ദ പിൻ ആണോ? എന്തിനായിരിക്കും ഇത് കണക്ട് ചെയ്യുന്നത്? കണക്റ്റഡ് ടു ഗ്രൗണ്ട് ടു എ കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്റർ വഴി. ഇറ്റ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രിവെൻറ്റ് ഫോൾസ് ട്രിഗറിങ് ബൈ നോയിസ് കപ്പിൾഡ് ഓൺ ടു ദ പിൻ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മുടെ 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ ബേസിക് എലമെൻറ്റ്സ് ഇൻ 555 ടൈമർ IC? ഓക്കെ, 555 ടൈമർ ICയിലെ ബേസിക് എലമെൻറ്റ്സ് ഏതൊക്കെ? 2 കമ്പാരറ്റേഴ്സ് ആണോ, എ ഫ്ലിപ്പ് ഫ്ലോപ്പ്, എ ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ, എ റെസിസ്റ്റർ, വോൾട്ടേജ് ഡിവൈഡർ? ഏതായിരിക്കും വരുന്നത് ബേസിക് എലമെൻറ്റ്സ് ഇൻ 555 ടൈമർ IC? ഇറ്റ് ഈസ് ഓപ്ഷൻ 4 ആണ് വരുന്നത്. അതായത് നമ്മുടെ only A, B, C ആൻഡ് D. ഓക്കെ, എല്ലാം വരുന്നുണ്ട്. 2 കമ്പാരറ്റേഴ്സ് ഉണ്ട്, എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ ഉണ്ട്, അതുപോലെ റെസിസ്റ്റീവ് വോൾട്ടേജ് ഡിവൈഡറും ഉണ്ട്. ഓക്കെ, അടുത്ത് നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ക്ലാസ് ബി ആംപ്ലിഫയർ ദ ഔട്ട്പുട്ട് കറണ്ട് ഫ്ലോസ് ഫോർ ക്ലാസ് ബി ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന എന്താണ്? ഫ്ലോസ് ഫോർ. ഇറ്റ് ഈസ് ഫോർ ലെസ് ദാൻ ഹാഫ് സൈക്കിളാണോ, മോർ ദാൻ ഹാഫ് ഇൻപുട്ട് സൈക്കിളാണോ, ഹാഫ് ഇൻപുട്ട് സൈക്കിളാണോ, എൻറ്റയർ ഇൻപുട്ട് സൈക്കിളാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ് വരുന്നത്, ഹാഫ് ഇൻപുട്ട് സൈക്കിൾ. അടുത്ത നമ്മുടെ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോൾസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് 3 പിൻ വോൾട്ടേജ് റെഗുലേറ്റർ IC? ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഏതാണ് നമ്മുടെ 3 പിൻ വോൾട്ടേജ് റെഗുലേറ്റർ ICയിൽ വരുന്നതെന്ന്? ഏതാണ്? ബോത്ത് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആൻഡ് വേരിയബിൾ കറണ്ട് റെഗുലേറ്റേഴ്സ് ആണോ, അഡ്ജസ്റ്റബിൾ AC വോൾട്ടേജ് റെഗുലേറ്റർ ആണോ, ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആണോ, വേരിയബിൾ കറണ്ട് റെഗുലേറ്റേഴ്സ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. ബോത്ത് ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സും വേരിയബിൾ കറണ്ട് റെഗുലേറ്റേഴ്സും ആണ് വരുന്നത്. ഓക്കെ, അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈസ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈസ് ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ സ്ക്വയർ വേവ് ക്ലോക്ക്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ആൻ ആംപ്ലിഫയർ ദ മാക്സിമം പവർ ട്രാൻസ്ഫർ ടു ദ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി. മാക്സിമം പവർ ട്രാൻസ്ഫർ ടു ദ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ആസ് സ്മോളസ്റ്റ് ആണോ, ലാർജസ്റ്റ് പോസിബിൾ ആണോ, ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദി ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി ആംപ്ലിഫയർ ആണോ, ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണോ? ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് എ പവർ BJT ഡിപ്പെൻഡ്സ് ഓൺ. കളക്ടർ സർക്യൂട്ട്, കളക്ടർ കറണ്ട് ആണോ, ബേസ് എമിറ്റർ ജംഗ്ഷൻ തിക്നെസ് ആണോ, ബേസ് കറണ്ട് ആണോ, ഡ്രിഫ്റ്റ് റീജിയൻ തിക്നെസ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഡ്രിഫ്റ്റ് റീജിയൻ തിക്നെസ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ദ വോൾട്ടേജ് അക്രോസ് എ സെനർ ഡയോഡ്. ഒരു സെനർ ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In class A operation of an amplifier, the current flows through the active device for ഏതിനായിരിക്കും? ഹോൾ ഓഫ് ദി ഇൻപുട്ട് സൈക്കിളാണോ, ഹാഫ് ഓഫ് ദി ഇൻപുട്ട് സൈക്കിളാണോ, മോർ ദാൻ ഹാഫ് ഓഫ് ദി ഇൻപുട്ട് സൈക്കിളാണോ, മോർ ദാൻ 3/4 ഓഫ് ദി ഇൻപുട്ട് സൈക്കിളാണോ? ഏതാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്, ഹോൾ ഓഫ് ദി ഇൻപുട്ട് സൈക്കിൾ. ഓക്കെ, ഹോൾ ഓഫ് ദി ആണ് ക്ലാസ് എ ഓപ്പറേഷൻ ഓഫ് ആംപ്ലിഫയർ. ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ആക്റ്റീവ് ഡിവൈസ് ഫോർ ഹോൾ ഓഫ് ദി ഇൻപുട്ട് സൈക്കിളാണ്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ. ദ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് 85% എഫിഷ്യൻസി ഈസ് ലൈക്ലി ടു ബി. 85% എഫിഷ്യൻസി ആണെങ്കിൽ ഏതായിരിക്കും വരുന്നത്? ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് സി ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ക്ലാസ് സി ആണ്. നമുക്ക് ഓരോന്നും തന്നിട്ടുണ്ട്. ക്ലാസ് എ ആണെങ്കിൽ 50%, ക്ലാസ് ബി ആണെങ്കിൽ 78.5, ക്ലാസ് സി ആണെങ്കിൽ 90%. നമ്മുടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിത്ത് 85% എഫിഷ്യൻസി മെയിൻലി നമ്മുടെ ക്ലാസ് സിയിലാണ് വരുന്നത്. അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സർക്യൂട്ട്സ്. ഓസിലേറ്റർ ഉണ്ട്, എമിറ്റർ ഫോളോവർ ഉണ്ട്, പവർ ആംപ്ലിഫയർ ഉണ്ട്. വിച്ച് ഓഫ് ദി എബോ സർക്യൂട്ട്സ് എംപ്ലോയ് ഫീഡ്ബാക്ക് ഉള്ളത് ഏതാണ്? ഇതിനാണ് ഫീഡ്ബാക്ക് ഉള്ളത് നമ്മുടെ ഓസിലേറ്റേഴ്സിനും എമിറ്റർ ഫോളോവറിനും മാത്രം. ഓപ്ഷൻ എ ആൻഡ് ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ക്ലാസ് ബി പുഷ് പുൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഓവർ എ ക്ലാസ് എ പുഷ് പുൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. നെഗ്ലിജിബിൾ പവർ ലോസ് അറ്റ് നോ ഇൻപുട്ട് സിഗ്നൽ ആണോ, ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഈസ് ലോവർ ആണോ, സെൽഫ് ബയാസ് ക്യാൻ ബി യൂസ്ഡ് ആണോ, സപ്ലൈ വോൾട്ടേജ് ഹാവ് ഗുഡ് റെഗുലേഷൻ ആണോ? ഏതാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ താഴെ 29ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഡേ
നമ്മുടെ എത്ര ഡേയ്സാണ് നമ്മൾ 60 ഡേയുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഓരോ ദിവസം തിയറി ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ അയക്കാറുണ്ട്. അതിൻ്റെ ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ അൺഅക്കാഡമിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. അപ്പോൾ ഡേ 11ൻ്റെ നമ്മുടെ ടോപ്പിക് വൈസ് MCQ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ സീരിയസ് ആയിട്ടിരുന്ന് എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാം. ഓക്കെ, താങ്ക് യു.